എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സംഭവം കാണുന്നത്. താങ്കൾ പറയുന്നു ഞങ്ങൾ വിദ്യാർത്ഥികളെ നേരിട്ടത് വളരെ മോശമായ രീതിയിലാണ് എന്ന് താങ്കൾ പറയുന്നു. സ്വാഭാവികമായും വിദ്യാർത്ഥികളുടെ സമരത്തിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുള്ള അക്രമകാരികൾ അക്രമം ഉണ്ടാക്കിയാൽ അക്രമത്തെ അടിച്ചമർത്തേണ്ടത് ഒരു സംവിധാനം എന്നുള്ള നിലയിൽ, ഒരു സെക്യൂരിറ്റി സംവിധാനം എന്നുള്ള നിലയിൽ അവിടുത്തെ പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. ഇമാതിരി ടീമിനെ എന്റെ കൈ കിട്ടിയ ഞാടി നല്ല ഇടി. പക്ഷേ നിങ്ങൾ ഈ കേരളത്തിനകത്ത് 10 DY ഇവിടെ ആദർശം സതിയുണ്ട്. ആദർശം സതിയൊക്കെ ഇന്ന് നിങ്ങളുടെ അലയൻസിൽ വന്നപ്പോൾ ആ ബലിദാനികളെയും ആ രക്തസാക്ഷികളെയും ഒക്കെ CPM ഉം CPM ന്റെ നേതാക്കന്മാരും SFI ഒക്കെ മറന്നുപോയി കാണും. സ്വാഭാവികം. മനുഷ്യരെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം, സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. 10 DYFI നേതാക്കന്മാരുടെ നെഞ്ചിലേക്ക് നിറയൊഴിച്ച പാർട്ടിയുടെ പേരേതാ ജെൻഡോ? എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. അത് ആ പാർട്ടി ഏതാണെന്നൊന്ന് പറഞ്ഞു കൊടുക്ക് ഹാഷ്മി. ആ ജിണ്ടോയ്ക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്ക്. അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ജിണ്ടയ്ക്ക് ഒന്ന് ഓർമ്മിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഹാഷ്മി ഏറ്റെടുക്ക്. ഈ പറയുന്ന കൂത്തുപറമ്പിനകത്ത് 10 രക്തസാക്ഷികളുടെ നെഞ്ചിലേക്ക്, ആ ചെറുപ്പക്കാരുടെ നെഞ്ചിലേക്ക് നിങ്ങൾ നിറയൊഴിക്കുമ്പോൾ നിങ്ങൾ ഏത് ജനാധിപത്യ മൂല്യമാണ് ഉയർത്തിപ്പിടിച്ചിരുന്നത് ജിണ്ടോ? എന്റെ ദൈവമേ, ഇവന്മാരിത് എന്ത് ഭാവിച്ച? അപ്പോൾ ഇങ്ങനെയുള്ള നിങ്ങൾ വന്നിരുന്നിട്ട് ഈ വലിയ വെള്ളരിപ്രാവിന്റെ മനസ്സാണെന്ന് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങളൊക്കെ അങ്ങ് സമ്മതിച്ച് കൂടെ കൊണ്ട് നടക്കുമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ജിണ്ടോ. ചെകുത്താനും കടലിനും നടുവിലൊന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കണേ ഭഗവാനെ. പിന്നെ SFIയുടെ നേതാവ് ഞങ്ങൾക്ക് ജനാധിപത്യം പഠിപ്പിച്ചു തരിക. ആരാണപ്പാ SFIയുടെ നേതാവ്? എവിടെയായിരുന്നപ്പാ കഴിഞ്ഞ 10 വർഷക്കാലം? നീ എന്റെ മാനം കളയരുത്, നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം. നിങ്ങളുടെ സംസ്ഥാനമായി നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിക്ക് മിച്ചമുള്ള ഈ കേരളത്തിനകത്ത് 10 വർഷക്കാലം നിങ്ങൾ ഭരിച്ചപ്പോൾ ഈ നാട്ടിൽ നടന്നിട്ടുള്ള സമാനതകളിലുള്ള യുവജന വഞ്ചന എന്തേ SFIയുടെ നേതാവായിട്ടുള്ള ആദർശം സജി കാണാതെ പോയി? ഇവന്റെ ഒരു കാര്യം നീഞ്ഞു വന്നേ, ദൈവത്തെ ഓർത്ത് ചതിക്കരുത്. എന്തേ നിങ്ങളുടെ DYFയുടെ ശുഭ്രപതാക എടുത്തുകൊണ്ട് ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടിയിട്ട്, ഒരു യുവജന സംഘടന, ഒരു യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു സമരം നയിക്കാൻ നിങ്ങൾ നടന്നില്ല? കാണാ പോലെ വളർന്നല്ലോടാ. ഇനി എന്നാ നിനക്കൊക്കെ ബുദ്ധിയും വിവേക അന്തസ്സൊക്കെ ഉണ്ടാവുന്നേ? സെക്രട്ടേറിയറ്റിന്റെ ചുറ്റും ഇവിടുത്തെ പാവപ്പെട്ട വിദ്യാർത്ഥികൾ നടന്ന് അവിടെ മുട്ടിലഴിഞ്ഞ് മുട്ടിലെ തൊലി ഇളവി പോയപ്പോ എവിടെ ഈ പറഞ്ഞ ബർഗർ നിങ്ങൾ പറയുന്ന ഈ ഇപ്പോൾ ഡൽഹിയിൽ നടത്തിയ സമരത്തിന് ഐക്യദാർഢ്യപ്പെട്ട SFIയും DYFIയും എന്തുകൊണ്ട് ഞങ്ങൾക്കാർക്ക് അവിടെ കാണാൻ സാധിച്ചില്ല? തത്വം പഠിപ്പിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തിയിലത് കാണണം. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ അറിഞ്ഞാലല്ലേ എനിക്കത് തടയാൻ പറ്റൂ. ഇവിടെ തൊട്ടടുത്ത് ഇപ്പോ PSCയുടെ ചോദ്യപേപ്പർ ചോർന്നപ്പോ ആ വെള്ളക്കൊടിയും എടുത്തുകൊണ്ട് എന്തേ നിങ്ങളൊരു പ്രതിഷേധ പ്രകടനം നടത്തിയില്ല? എന്റെ ഈശോ, നിന്നെ എത്ര ഡീസന്റ് ആയിട്ടാണ് സാത്താൻ പരീക്ഷിച്ചത്. ഇതൊരു ജാതി മറ്റേ പരിപാടിയായി പോയി.